ഇങ്ങോട്ട് കട്ടിന്ന് പറഞ്ഞാൽ ഇങ്ങനൊക്കെ അപ്പൊ ഞാൻ സ്നാപ്പർ നോക്കണ്ടേ കട്ടി ചെയ്യാന്ന് ഞാൻ പടച്ച തമ്പുരാനെ ഞാൻ ഇവളോട് സംസാരിച്ചിട്ട് 1 മാസമായല്ലോ എന്താ ഞാൻ ചെയ്തേ. അപ്പൊ എന്താ നമ്മളെ സ്ട്രീക്ക് ബ്രേക്ക് ആയി പോയി അത്ര സ്നാപ്ചാറ്റില്. ഞാന് മനസ്സാവാച സ്ട്രീക്ക് ഉള്ളത് തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല. അതും ഇതേപോലെ അൺഇന്റൻഷണൽ ആയിട്ട് ഇവങ്ങനെ ഇടക്കിങ്ങനെ ഓരോന്ന് അയക്കുന്നുണ്ട്, പക്ഷെ ഇവള് ഡെയിലി അയക്കുന്നുണ്ട്. ഞാനിങ്ങനെ എന്റെ ലൈഫിൽ ഹാപ്പി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയക്കുന്ന കൂട്ടത്തില് ഡെയിലി എന്തെങ്കിലുമൊക്കെ ഉണ്ടായതുകൊണ്ട് സ്ട്രീക്ക് ആയി പോയതാണ്. ഇവള് ഞാൻ എന്റെ കൂടെ സ്ട്രീക്ക് കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഇവന്റെ ലൈഫിലൊന്നും ഉണ്ടായില്ല. ആ ദിവസം തുടങ്ങിയതേ ഉള്ളൂ. കട്ടി ചെയ്യാൻ ഞാൻ എന്താ നോക്കിയപ്പോട്ട് ഇവിടെ വോയിസ് മെസ്സേജ് ഹിന്ദിയില്. ഞാനിത് മനസ്സിലാക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു, പക്ഷെ മനസ്സിലായി എന്താ സ്ട്രീക്ക്. എന്നിട്ട് എന്തോ 35 ദിവസത്തെ സ്ട്രീക്കാണ് നീ കൊണ്ട് കളഞ്ഞപ്പോ ഞാൻ മനസ്സിലായി 35 ദിവസം ഉണ്ടേന്നോ എന്നൊക്കെയുള്ള രീതിയില്. അങ്ങനെയൊക്കെയാണ് എന്റെ ലൈഫ് പോകുന്നത്. അപ്പൊ ഞാൻ നേരത്തെ സെമീർ പറഞ്ഞ പോലെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്രേപ്സ് വെക്കുന്നുണ്ട്. ഇന്ത്യക്കാർക്ക് മിക്ക ആൾക്കാർക്കും ക്രേപ്സ് എന്താന്ന് അറിയില്ല. അപ്പൊ ഞങ്ങളുടെ മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാല് വൈറ്റ് പീപ്പിളും ലാറ്റിൻ ആൾക്കാരുമാണ്. അപ്പൊ ഞാൻ എപ്പോഴും സെമീറിനോട് പറയാറുണ്ട്, എനിക്ക് കാനഡയിൽ ഒരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഇന്റർനാഷണൽ എക്സ്പീരിയൻസ്, അതിനാണ് ഞാൻ കാനഡയ്ക്ക് വന്നത്. നമ്മൾ ഇന്ത്യൻ ആയതുകൊണ്ട്, മലയാളി ആയതുകൊണ്ട് നമുക്ക് ദേശീയ കൾച്ചർ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. അതുപോലെ തന്നെ നമ്മൾ സൗദി അറേബ്യയിൽ ജനിച്ചു വളർന്നുകൊണ്ട് നമുക്ക് മിഡിൽ ഈസ്റ്റേൺ കൾച്ചർ ഭയങ്കര ഫെമിലിയർ ആണ്. അപ്പൊ അതുപോലെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ എന്താണ് വെസ്റ്റേൺ കൾച്ചർ. അതുകൊണ്ടാണ് ഞാൻ കാനഡയ്ക്ക് വരാനുള്ള ഒരു മെയിൻ റീസൺ അതായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ കാനഡയ്ക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞ സെമിനോട് എനിക്കൊരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് വേണം, എനിക്കൊരു എല്ലാ കൾച്ചേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ ഞാൻ കറക്റ്റ് ഇപ്പോൾ ആഫ്റ്റർ മെനി ഇയേഴ്സ് ഞാൻ ടൊറന്റോയിൽ എത്തിപ്പെട്ടു. മോസ്റ്റ് മൾട്ടി കൾച്ചറൽ സിറ്റി ഇൻ ദ വേൾഡ്. അങ്ങനെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ആൾക്കാരാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരും വൈറ്റ്സും ലാറ്റിൻസും ആണ്. അപ്പോൾ ഞാൻ സെമീറിനോട്, നമ്മൾ ബ്ലാക്സ് ആയാലും അല്ലെങ്കിൽ ദേശീസ്, അറബ്സ്, വൈറ്റ്സ്, ഈവൻ ഇവരൊക്കെ ആയിട്ട് നമുക്ക് എൻ്റെ ലൈഫിൽ പല രീതിയിൽ എനിക്ക് കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, ഏഷ്യൻസും. പക്ഷെ ലാറ്റിൻ കമ്മ്യൂണിറ്റി ആയിട്ട് എനിക്ക് ഇന്നേ വരെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിട്ടില്ല. ഇവരെന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ നിന്നപ്പോൾ ഞങ്ങളുടെ ഇപ്പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു, മായ എന്നവളുടെ പേര്. ഇവള് മെക്സിക്കൻ ആണ്. അപ്പൊ മായനോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ മായനോട് ചോദിച്ചു, എങ്ങനെയാണ് ലാറ്റിൻ ആൾക്കാര്, ഇവര് വെയിറ്റ് ഒക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ലാറ്റിൻ ആൾക്കാർ എത്ര നേരം വെയിറ്റ് ചെയ്യും, ബട്ട് നിന്റെ ഫുഡ് നന്നായാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ കൊള്ളാം. അപ്പൊ അവള് പറഞ്ഞു, ബട്ട് ഇന്ത്യൻസ് അങ്ങനെയല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്കറിയാം, പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓക്കെ, അങ്ങനെ ഞാൻ ലാറ്റിൻ ആൾക്കാരോട് എനിക്കിപ്പോ പ്രണയം. കാരണം എന്താന്ന് വെച്ചാല് നമ്മളുടെ കമ്മ്യൂണിറ്റി, ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആയിട്ടും ലാറ്റിൻ കമ്മ്യൂണിറ്റിനും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആസ് എ കസ്റ്റമേഴ്സ് വേറെ കാര്യങ്ങളൊന്നും ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. എനിക്കറിയുന്ന കാര്യം ഞാൻ പറയാം. ആസ് കസ്റ്റമേഴ്സ് ഒന്നെന്ന് പറഞ്ഞാല് ഇന്ത്യൻ ആൾക്കാർക്ക് ഭയങ്കര ഷെയറിങ് കൾച്ചറാണ്. അപ്പൊ ഒരാളിപ്പോ ഒരു ക്രേപ്പ് വാങ്ങിക്കാന്ന് വിചാരിച്ചോ, അപ്പൊ ഇന്ത്യൻസ് എന്താ പറയാ, നീ ഒരു ക്രേപ്പ് ഓർഡർ ചെയ്യും, നമുക്ക് 3 ആൾക്കാരെ ഷെയർ ചെയ്യാം എന്ന് പറയാം. അല്ലെങ്കിൽ ഞങ്ങള് ഫ്രണ്ട്സ് ഒക്കെ പുറത്തു പോകുമ്പോ എങ്ങനെ ചെയ്യാം, 3 ആൾക്കാരും 3 ഡിഫറെന്റ് ഓർഡർ ചെയ്തിട്ട് നമ്മളെല്ലാരും അപ്പൊ 3 വെറൈറ്റീസ് ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. അപ്പൊ ഭയങ്കര ഷെയറിങ് കൾച്ചറാ. അപ്പൊ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാല് ചിലപ്പോ 4 ആൾക്കാരൊക്കെ ഇങ്ങനെ വരും നമ്മളെ ഓർഡർ ചെയ്യാൻ. അപ്പൊ നമ്മളിങ്ങനെ 4 കസ്റ്റമേഴ്സ് എന്ന് കുറച്ച് കച്ചവടം നടക്കുന്നത്. എന്നിട്ട് ഇവര് ഈ ഒരു POV-യിൽ ഇല്ല, അതായത് നമ്മളെപ്പോഴും 4 കസ്റ്റമേഴ്സ്, ഇത് നമ്മളാണ് ആൾക്കാര്, നമ്മളാണ് ബിസിനസ് ഓണർ. അപ്പൊ എന്താ ഞാൻ മനസ്സിലാവും 4 കസ്റ്റമേഴ്സ് സെറ്റ് എന്നൊക്കെ. അവര് വന്നിട്ട് ഒരു ഐറ്റം ഓർഡർ ചെയ്യും, എന്നിട്ട് 4 ഫോർക്ക് ചോദിക്കും. അപ്പൊ നമ്മളിങ്ങനെ ഓക്കെ എന്നിട്ട് കൊടുക്കും. ഞാൻ ഇത് തെറ്റാണ് എന്നല്ല കേട്ടോ പറയുന്നത്, ഞാൻ പറയുന്ന ഒരു ബിസിനസ് ഓണർ എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മളങ്ങനെ കൊടുക്കും. പക്ഷെ ലാറ്റിൻ ആൾക്കാർ അങ്ങനെയല്ല.
അവര് 4 ആൾക്കാർ ഓർഡർ ചെയ്ത വന്നാല് 4 ക്രേപ്സ് ഓർഡർ ചെയ്യാം. അവർക്ക് ഇൻഡിവിജ്വൽ ഫുഡ്. അപ്പൊ നമുക്ക് സെയിൽസ് എന്നുള്ള രീതിയിൽ ഭയങ്കര സെയിൽസ് കിട്ടും, ഭയങ്കര അടിപൊളിയായിട്ട് കിട്ടും. 2 എന്ന് പറഞ്ഞാല്, ഇത് ഞാൻ കുറ്റം പറയാണ്, ഇന്ത്യക്കാർക്ക് ടിപ്പ് കൊടുക്കുന്ന കൾച്ചറേ ഇല്ല. ഇവിടെ കാനഡ എന്ന് പറഞ്ഞാല് ടിപ്പിന് ഭയങ്കര അധികം പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കൺട്രിയാണ്. നമ്മളെ നാട്ടില് ടിപ്പിംഗ് കൾച്ചർ ഇല്ല, നമ്മളെ നാട്ടില് കുറവാ, വളരെ റെയറാ. ഫൈൻ ഡൈൻ റെസ്റ്റോറന്റ്സിലൊക്കെ ഉള്ളൂ. ഇവിടെ ഏതൊരു ചെറിയൊരു കാപ്പി ഓർഡർ ചെയ്യണമെങ്കിൽ ഒരു ടിപ്പിംഗ് ഓപ്ഷൻ ഉണ്ടാവും. നമ്മളെ നാട്ടില് ഫൈൻ ഡൈൻ റെസ്റ്റോറന്റ്സിൽ നമ്മൾ പോയാല് നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാല് ആ ഒരു ബില്ല് കൊണ്ടുവരുന്ന അതില് ചിലപ്പോ ഒരു സന്തോഷത്തിന് ഒരു 50 റുപ്പീസ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ പോകും. പക്ഷെ ബാക്കിയുള്ളപ്പോ ഒരു തട്ടുകടയിൽ പോയിട്ട് നമ്മൾ ടിപ്പ് കൊടുക്കാൻ വന്നാല് അയാൾ നമ്മളോട് ദേഷ്യപ്പെടും. കാരണം ഒരു ഇൻസൾട്ട് ആയിട്ടാണ്. അതായത് കാരണം വെച്ചാൽ ഒരു 10 റുപ്യന്റെ ചായ നമ്മൾ കുടിച്ച്, പക്ഷെ നമ്മൾ ഇവർക്ക് 15 റുപ്യ കൊടുത്താല് ലൈക്ക് അത് ഇന്നൊരു ഇൻസൾട്ട് ചെയ്യുന്ന രീതി എന്നുള്ള രീതിയിലാണ് നമ്മളെ നാട്ടില് പൊതുവെ. അപ്പൊ ഇന്ത്യൻസ് എത്ര ഫുഡ് ഓർഡർ ചെയ്താലും, ഞാൻ എല്ലാ ഇന്ത്യൻസും നല്ല പറയണേ, പക്ഷെ ഒരു 99% വരുന്ന കസ്റ്റമേഴ്സും ഇവര് ടിപ്പ് ചെയ്യില്ല. അത് ഞാൻ പറയും, ചില ഇന്ത്യൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അങ്ങ് പറയാനൊന്നും അറിയില്ല, പക്ഷെ അവർക്ക് ക്രെഡിറ്റ് കാർഡ് മെഷീൻ ആണ് കൊടുത്താല് ആ നോ ടിപ്പ് എവിടെയുള്ളത് എന്ന് അവരെ വിരൽ അങ്ങനെ മാഗ്നറ്റ് പോലെ അങ്ങ് പോയിട്ട് ഇവര് നിൽക്കും. പക്ഷെ ലാറ്റിൻ ആൾക്കാര് ഭയങ്കര അധികം ടിപ്പ് വരും. അതില് ഇവർ അടിപൊളി, അവർ നല്ലോണം ടിപ്പ് വരും. 3ാമത്തെ എന്ന് പറഞ്ഞാല്, ഈ മായ ഞങ്ങളോട് ഫസ്റ്റ് പറഞ്ഞ പോലെ എത്ര നേരം ഇവര് വെയിറ്റ് ചെയ്യും, ഒരു കംപ്ലൈന്റും പറയില്ല, ചിരിച്ചോണ്ടാ വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോ ഒരു 15 മിനിറ്റ്സ് ഫുഡ് എടുക്കാനാവും പറഞ്ഞാല് അവർ ഓക്കെ ഐ കം ബാക്ക് എന്ന് പറഞ്ഞിട്ട് അവര് വേറെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് തിരിച്ചു വരിക ചെയ്യാം. ഇന്ത്യൻസിനോട് നമ്മൾ 5 മിനിറ്റ് എന്ന് പറഞ്ഞാല് അതില് അവര് ഇങ്ങനെ അവിടെ തന്നെ നിൽക്കും, എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ചോദിക്കും ആയോ എന്ന് ചോദിക്കും. നമുക്ക് ഭയങ്കര ഒരു ഫ്രസ്ട്രേറ്റിംഗ് പോലെയാണത്. കാരണം നമുക്ക് പിന്നെ ചില ആൾക്കാർ പറയും കെൻ യു മേക്ക് ഇറ്റ് ഫാസ്റ്റർ എന്ന് പറയും. എനിക്ക് മനസ്സിലായി അവരെന്താ ഉദ്ദേശിച്ചത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇത് ഇപ്പൊ നമ്മൾ ട്വിസ്റ്റർ പൊട്ടാറ്റോ ആണ് ഓർഡർ ചെയ്യുന്നെങ്കിൽ സാധനം പൊരിയണ്ടേ, എന്നാലല്ലേ നമുക്കിത് കൊടുക്കാൻ പറ്റൂ. അങ്ങനെ ഉണ്ടാകും. അതില് ഒരു പ്രാവശ്യം എനിക്കൊരു കസ്റ്റമർ വന്നിട്ടോ, ഇവന് ഓർഡർ ചെയ്ത് അപ്പൊ ഞാൻ ഓക്കെ ഗിവ് മീ 5 minutes I'll have it ready for you. അപ്പൊ ചോദിക്കാ സോ യു ഡോണ്ട് ഹാവ് ഇറ്റ് റെഡി. അപ്പൊ ഞാന് മോനെ ഇത് പൊരിക്കണ്ട ട്വിസ്റ്റർ. ഞാൻ പറഞ്ഞു നോ വി ഹാവ് ടു മേക്ക് ഇറ്റ്, നല്ല രീതിയിൽ പറഞ്ഞു. അപ്പൊ അവന് ഓക്കെ എന്നാണ്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോ പിന്നെയും വന്നു ഇസ് ഇറ്റ് റെഡി. ഞാനിങ്ങനെ അപ്പം ഞാൻ ഈ കൾച്ചേഴ്സും കാര്യങ്ങളും ഇതൊക്കെ കമ്പയർ ചെയ്യുന്നതിന്റെ ഇവ വന്ന് 2ന്റെ ഡീസന്റ് റെഡി എന്ന് ചോദിച്ചപ്പോ മറ്റേ പീൽ ചെയ്തൊരു ഉരുളക്കിഴങ്ങ് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരും. ചില ആൾക്കാർ ചോദിക്കുന്ന കേൾക്കുമ്പോ നമുക്ക് ആ ഫുഡ് ഷാക്കിന്റെ വിൻഡോയിലൂടെ പിടിച്ചുള്ളിട്ട് നീ ഉണ്ടാക്കിയെന്ന് പറയാൻ തോന്നും. അല്ലെങ്കിൽ 2ന്റെ ആയി പറയുമ്പോ തൊപ്പിയും ചട്ടൊക്കെ അപ്പൊ അങ്ങനെ ചോദിക്കും. അപ്പൊ ഞാൻ ഈ കൾച്ചേഴ്സും കാര്യങ്ങളും എന്താ കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാല്, എല്ലാ കൾച്ചേഴ്സിലും നല്ല കാര്യങ്ങളുണ്ട്, എല്ലാ കൾച്ചേഴ്സിലും ചീത്ത കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഡിസൈറബിൾ അല്ലാത്ത ക്വാളിറ്റീസും ഉണ്ട്. ഞാൻ എപ്പോഴും ശ്രമിക്കാറ് എന്താ വെച്ചാല് എല്ലാ കൾച്ചേഴ്സിലും പോസിറ്റീവ്സ് ബെസ്റ്റ് ക്വാളിറ്റീസ് അഡോപ്റ്റ് ചെയ്യുക. അതിപ്പോ ടിപ്പ് കൊടുക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ ഇപ്പം കനേഡിയൻസ് ഭയങ്കര പൊളൈറ്റ് ആണ്, ആ ഒരു കാര്യമാവട്ടെ. എന്നാൽ ഇന്ത്യൻസ് ഭയങ്കര ഫാമിലി ഓറിയന്റഡ് ആണ്, ഫാമിലി വാല്യൂസിന് ഭയങ്കര അധികം വില കൽപ്പിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു കാര്യം. പിന്നെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇന്ത്യൻസിന് ഭയങ്കരമാണ്, ആ കാര്യം. ഇങ്ങനെ എല്ലാ കൾച്ചേഴ്സിലും ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ എന്താ അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ നോക്കണം. അറബ് കൾച്ചറിൽ ഫുഡ് ഹോസ്പിറ്റാലിറ്റി അതിൽ പെട്ടതാണ്. അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. ഇന്ത്യൻസിലും ഹോസ്പിറ്റാലിറ്റി ഭയങ്കര. അപ്പൊ നമ്മൾ എല്ലാ കൾച്ചേഴ്സിലും ഒരു ബെസ്റ്റ് കാര്യം അഡോപ്റ്റ് ചെയ്യണം. ഞാൻ ഇവിടെ കാനഡയിലേക്ക് വന്നപ്പോ എന്റെ ഒരു ഗാർഡിയൻ എന്നൊക്കെയുള്ള പോലെ ഞാൻ പരിചയപ്പെട്ടിരുന്നത് എന്നെക്കാളും പ്രായത്തിന് 9 വയസ്സ് മൂത്തതായ എമിൽപ്പയായിരുന്നു. എമിൽപ്പാണ് എന്നെ ആദ്യം പറഞ്ഞപ്പോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോ ടിപ്പ് കൊടുത്തിട്ട് എമിൽപ്പ എന്നോട് പറഞ്ഞേ, ടിപ്പ് അവരുടെ അവകാശമാണ്, അത് നീ കൊടുക്കണം. ഇപ്പൊ $1 $1 നീ ടിപ്പ് കൊടുക്കണം. നിനക്ക് ആ $1 കൊണ്ട് നിന്റെ ജീവിതം ഒന്നും മറിയാനൊന്നും പോകുന്നില്ല. അപ്പൊ ജസ്റ്റ് ആ $1 കൊടുത്തോ. ഇനി നീ ഫ്യൂച്ചറിൽ ഒരു ജോബ് വർക്ക് ചെയ്യുമ്പോ നിനക്കും ടിപ്പ് കിട്ടും.
ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി പോലെയാണ്. ഞാന് കാനഡയിലെത്തി ഫസ്റ്റ് 4 months ഞാൻ ജോബ്ലെസ് ആയിരുന്നു. ഫസ്റ്റ് 4 months ഞാൻ ടിപ്പൊന്നും കൊടുത്തില്ല. കാരണം എന്റെ ഒരു സാഹചര്യം എനിക്കറിയില്ലെങ്കിൽ ടിപ്പ് തന്നിരുന്നെങ്കിലായിരുന്നു. പക്ഷെ ജോലി ആയത് കഴിഞ്ഞ മുതല് ഞാന് $1 എങ്കിൽ $1 എന്നുള്ള രീതിയിൽ ടിപ്പിംഗ് കൾച്ചർ അങ്ങ് പ്രാക്ടീസ് ചെയ്യും. അതെ, ഞാന് കാനഡ വന്നിട്ട് 100% ഞാന് എന്റെ എല്ലാ ട്രാൻസാക്ഷനിലും ടിപ്പിനും ഓപ്ഷൻ കണ്ടിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഭയങ്കര എമൗണ്ട് കൊടുത്തു, 20% ടിപ്പ് കൊടുത്തു എന്നല്ല ഞാൻ പറയുന്നത്. ചെറിയ എമൗണ്ട് ചെറിയ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അറ്റ് ദ സെയിം ടൈം മറ്റേ കുറെ വീഡിയോസ് ഉണ്ട്, പ്രത്യേക കനേഡിയൻ ബേസ്ഡ് വീഡിയോസ് ഉണ്ട്. അതായത് ഈ ആൾക്കാർ ഊബറിലൊക്കെ എന്തെങ്കിലും ഡെലിവറി ചെയ്യുമ്പോ, അതായത് ടിപ്പിംഗ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി നമ്മുടെ ചോയ്സ് ആണ്. അപ്പം ചില ആൾക്കാര് 5% ടിപ്പ് കൊടുക്കും, ചില ആൾക്കാർ 10 കൊടുക്കും, ചില ആൾക്കാർ $1 കൊടുക്കും, അങ്ങനെയൊക്കെ. അതില് ഒരു വീഡിയോ ഉണ്ട്, അതായത് എന്തോ സാധനം ഡെലിവേർഡ് ആയി, ഊബർ ആണ് എന്താ അറിയില്ല, ആമസോൺ അങ്ങനെ എന്തോന്ന്. ഇതില് ഈ പെണ്ണ് ടിപ്പ് കൊടുത്തത് 5%. എന്നിട്ട് ഈ ഡ്രൈവർ ദേഷ്യപ്പെട്ടിട്ട് മിനിമം ഒരു 10 കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകില്ല, അതിന്റെ അവകാശമാണ്, അങ്ങനെ കമന്റ്സ് ഒക്കെ നോക്കുമ്പോ എല്ലാരും തന്നെ ടിപ്പ് പറഞ്ഞൊരു ചോയ്സ് ആണ്, നിങ്ങളെ അവകാശമുള്ള നിങ്ങളുടെ സാലറി ആണ്, അല്ലാതെ ടിപ്പിലല്ല നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞാണ്ട്. അതെ, അപ്പൊ എന്താ നമ്മള് ടിപ്പ് കൊടുക്കാന്നുള്ളൊരു നല്ല ശീലം നമ്മൾ പ്രാക്ടീസ് ചെയ്യാം, അങ്ങനെ പറയുവാണെങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ നിൽക്കുന്ന ഒരു വേൾഡ് ഫുഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് എന്റെ ഈ ഷാക്ക് ഉള്ളത്. അയ്യോ, നീ അല്ല എഡിറ്റർ കട്ട് ചെയ്യണ്ട. എന്താ വേൾഡ് ഫുഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എന്റെ ഈ ഷാക്ക് ഉള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞാല് എല്ലാ ടൈപ്പ് ഓഫ് ഫുഡും, എല്ലാ ടൈപ്പ് 15-18 ഷാക്ക് ഉണ്ട് അതില്. അപ്പൊ അതില് എല്ലാവരുടെ ഫുഡും ഡിഫറെന്റ് ഫുഡാണ്. കാരണം മെന്യൂസ് തമ്മിൽ കോൺട്രഡിക്ട് ചെയ്യാൻ പാടില്ല. അപ്പം ഒരു എന്താ, ഞങ്ങള് ക്രേപ്സ്, മിൽക്ക് ഷേക്ക്, സ്മൂത്തീസ് അതൊക്കെ ഞങ്ങൾ വെക്കുന്നുണ്ട്. ഇന്ത്യൻ ഫുഡ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, വട പാവ്, മുംബൈ സാൻഡ്വിച്ച് കൊണ്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ദോശ കൊടുക്കുന്ന ആൾക്കാരുണ്ട്, കൊത്തുറൊട്ടി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നുമില്ല, ഈ കേരള സ്നാക്സ് പോലെ ഇങ്ങനെ ചായ ഉണ്ട്, പഴംപൊരി ഇല്ല, സമൂസ ഉണ്ട്. നല്ലതാണ്. പക്ഷെ അവിടെ ഞാൻ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ നോർത്ത് ഇന്ത്യൻസാ, മലയാളീസ് വളരെ അങ്ങനെ. പിന്നെ ലാറ്റിൻ ഫുഡായിട്ട് ഈ മാങ്ങയും നമ്മൾ ഉപ്പിലിട്ടത് പറയുന്ന പോലെ അവരുടെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന ഷോപ്സ് ഉണ്ട്. ബ്രസീലിയൻ ഫുഡ് ഉണ്ട്. ട്രൈ ചെയ്തു ഞാൻ. ലാറ്റിൻ ഫുഡ് കുറെ ട്രൈ ചെയ്തു ഞാൻ. ഈ ശ്രീലങ്കൻ ഫുഡ്, ഒരു അക്ക ഉണ്ട് ഇപ്പുറത്ത്, ആ അക്കയുടെ ഫുഡ്, ശ്രീലങ്കൻ, അവരുടെ ഫുഡ് ട്രൈ ചെയ്തു. ഈ വടാപ്പാവ്, മുംബൈ സാൻഡ്വിച്ച് അതൊക്കെ ട്രൈ ചെയ്തു. പിന്നെ കോണും ഒരു ചീസും, അത് ലാറ്റിൻ ഫുഡാണ്, അത് ട്രൈ ചെയ്തു. അങ്ങനെ കുറച്ച് ഐറ്റംസ്. ഞാനിപ്പോ ന്യൂ ആണ്. ലെബനീസ് ഫുഡ് ഉണ്ട്. അങ്ങനെ എല്ലാ കൾച്ചേഴ്സിലെ ഫുഡ് അവിടെ. ഷവർമയും പുട്ടീനും അത് ഞാൻ ട്രൈ ചെയ്തു. അതൊക്കെ ഞാൻ ട്രൈ ചെയ്തു. അപ്പോ ഞാൻ സഹീനോട്, എന്റെ കാക്ക സഹീനോട് പറയായിരുന്നു, നമ്മൾ ഇന്ത്യൻസ്, നമ്മൾ ഇപ്പുറത്ത് ശ്രീലങ്കൻ, നമ്മളുടെ ലെഫ്റ്റില് മെക്സിക്കൻ, ലാറ്റിന്. നമ്മളുടെ ഫ്രണ്ട് എന്ന് പറയുന്ന വേറൊരു ആളുണ്ട് ഇതേപോലെ ബിസിനസ് ഓണർ ആയിട്ട്, അയാള് ഫിലിപ്പീനോ കനേഡിയൻ. നമ്മളുടെ ഇവിടുത്തെ മാനേജർ എന്ന് പറഞ്ഞാൽ ലെബനീസ്, നമ്മളുടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്. ഒരു ട്രൂലി ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇത് കിട്ടുന്നത്. നമ്മൾ ഫ്യൂച്ചറിൽ ഇതൊക്കെ എടുത്ത് പറയും, ഇങ്ങനൊക്കെ ഒരു ലൈഫാണ് നമുക്ക് ഉണ്ടായിരുന്നത്, ജീവിച്ചു വന്നതാണ്.